കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ മൂന്നാമത്തെ വർഷത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 15, 16 അധ്യായങ്ങളിലാണ്. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 7, 8 അധ്യായങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായവും 7 അധ്യായവും, അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 9 അധ്യായവും. ഇങ്ങനെ ചില അധ്യായങ്ങളിൽ മാത്രമാണ്, വളരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് ഈ ശുശ്രൂഷകളെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ഥലങ്ങളെ കുറിച്ച് കണ്ടു കഴിഞ്ഞാൽ പല ഭാഗത്തും കർത്താവായ യേശുക്രിസ്തു കടന്നുപോയതായി, വളരെയധികം ജോഗ്രഫിക്കൽ റീജിയൻ, ഭൂപ്രദേശങ്ങളെ കവർ ചെയ്തതായി നമുക്ക് സ്ഥലനാമങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. എങ്കിലും അതിനെ സംബന്ധിച്ച റെക്കോർഡ്സ് നമുക്ക് അധികമില്ലാത്തതായ ഒരു വർഷം കൂടെയാണ്. എന്നാൽ ഈ സുവിശേഷ എഴുത്തുകാരെല്ലാം തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ടീച്ചിങ്സിലാണ്. മൂന്നാമത്തെ വർഷമുള്ളതായ ടീച്ചിങ്സിലും അതുപോലെ തന്നെ എപ്രകാരമാണ് കർത്താവിന് എതിര് വർദ്ധിച്ചത്, ശത്രുത വർദ്ധിച്ചത്, ഈ കാര്യങ്ങളിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. എന്നിരിക്കലും ആ സ്ഥലങ്ങൾ ഞാൻ ഒന്ന് പറയാം. ഗെന്നസേരത്തിൽ തുടങ്ങുകയും യോർദാന്റെ സ്നാനക്കടവിൽ അവസാനിക്കുകയും ചെയ്തതായിരുന്നു കർത്താവിന്റെ ശുശ്രൂഷ. മൂന്നാമത്തെ വർഷത്തോടുള്ള ബന്ധത്തിലുള്ള ശുശ്രൂഷ ഗെന്നസേരത്തിൽ തുടങ്ങി യോർദാന്റെ കടവിലാണ് അവസാനിച്ചത്. കഫർനഹൂം, ടൈർ, സീദോൻ, ദെക്കപ്പൊലി എന്ന 10 പട്ടണങ്ങളുടെ ദേശം, താബോർ പർവ്വതനിരകൾ അല്ലെങ്കിൽ ഗലീല പ്രദേശങ്ങളിലുള്ള മലനിരകൾ, അതുപോലെ മഗ്ദല, ബെത്സൈദ, പിന്നെ യെരുശലേം, യോർദാന്റെ സ്നാനക്കടവ്. ഈ രീതിയിലാണ്, ഈ സീക്വൻസിലാണ് കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇതിനകത്ത് 5 അത്ഭുതങ്ങളാണ് കർത്താവായ യേശുക്രിസ്തു ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നത്. 5 അത്ഭുതങ്ങൾ. ഒന്നാമതായിട്ട് പിശാച് ബാധിച്ചതായ ഒരു പെൺകുട്ടിയെ താൻ സൗഖ്യമാക്കിയതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 15 അധ്യായം 28 വാക്യം, മർക്കോസിന്റെ സുവിശേഷം 7 അധ്യായം 29 വാക്യം. രണ്ടാമതായി സംസാരിക്കുവാൻ കഴിയാത്തതായ, അതുപോലെ തന്നെ കാത് കേൾക്കാൻ കഴിയാത്ത, മൂകനും ബധിരനുമായ ഒരു വ്യക്തിയെ സൗഖ്യമാക്കിയതായി മർക്കോസിന്റെ സുവിശേഷം 7 അധ്യായം 34, 35 ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. മൂന്നാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് 4000 പേർക്ക് ഭക്ഷണം കൊടുത്തതാണ്. കർത്താവ് ഭക്ഷണം കൊടുത്തതായ അത്ഭുതം എന്ന് പറയുന്നത് അനേകം ജനക്കൂട്ടത്തിന്, ജനപ്പെരുപ്പത്തിന് അത്ഭുതം, ഭക്ഷണം കൊടുത്തതായ അത്ഭുതം 2 നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒന്ന് 4000 പേർക്ക്, മറ്റൊന്ന് 5000 പേർക്ക്. ഇതിൽ 4000 പേർക്ക് ഭക്ഷണം കൊടുത്തതായ ആ അത്ഭുതം മത്തായി എഴുതിയ സുവിശേഷം 15 അധ്യായം അതിന്റെ 36 വാക്യം തുടങ്ങി വായിക്കുമ്പോൾ, അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 8 അധ്യായം അതിന്റെ 6 വാക്യം, ഈ 2 ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. അന്ധനായിരുന്ന ഒരു വ്യക്തിയെ സുഖമാക്കിയതാണ് 4ാമത്തെ അത്ഭുതം. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 8 അധ്യായം അതിന്റെ 25 വാക്യത്തിൽ ഈ അത്ഭുതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 9 അധ്യായം 7 വാക്യത്തിൽ ജന്മന അന്ധനായിരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു അവനെ കാഴ്ച സുഖമാക്കി കൊടുത്തതായി കാണുവാൻ സാധിക്കുന്നു. ഇത്രയും അത്ഭുതങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിറവിയിലെ കുരുടനായിരുന്ന വ്യക്തിയെ സുഖമാക്കിയതാണ് അവസാനത്തെ അത്ഭുതം. ഇതിൽ ഈ അത്ഭുതങ്ങളിലൂടെ കർത്താവായ യേശുക്രിസ്തു താൻ ആരാണെന്ന് ഒരിക്കൽ കൂടെ വെളിപ്പെടുത്തുകയുണ്ടായി. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് തന്റെ ഓരോ പ്രവൃത്തിയിലും താൻ ആരെന്ന് വെളിപ്പെടുത്തുകയും, അതുപോലെ തന്നെ തന്നെ അയച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പിശാച് ബാധിച്ച പെൺകുട്ടിയെ സൗഖ്യമാക്കുന്നതിലൂടെ താൻ ഒരു സാധാരണ മനുഷ്യനല്ല എന്നും, പിശാച് ബാധിക്കപ്പെട്ടതായ പല വ്യക്തികളെ സൗഖ്യമാക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിശാച് യേശുവിനെ ഭയപ്പെടുന്നു, പിശാച് യേശുവിനെ വെളിപ്പെടുത്തുന്നതായും കാണുവാനായിട്ട് സാധിക്കുന്നു. പല ഭാഗങ്ങളിൽ ഗദരദേശത്തൊക്കെ അത് ഈ ഭാഗത്തിൽ വരുന്നതല്ല എങ്കിലും പിശാചിന് ദൈവപുത്രന്റെ അധികാരത്തിന് മേൽ, അല്ലെങ്കിൽ പിശാചിന് ദൈവപുത്രന്റെ ഭയമുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിനെ പിശാച് ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ആ വ്യക്തികൾ യേശുവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ആ പിശാച് ആ ബാധയിൽ നിന്ന്, ആ ബന്ധനത്തിൽ നിന്ന് അവർ വിമുക്തരാകുന്നത്. അതായത് കർത്താവായ യേശുക്രിസ്തു ആരാണെന്നുള്ളതായ വ്യക്തമായ വെളിപ്പാട് മനുഷ്യർക്ക്, അന്നത്തെ യഹൂദന്മാർക്ക് ഇല്ലായിരുന്നു എങ്കിലും അന്ന് തന്റെ മുമ്പിൽ വന്നതായ പൈശാചിക ശക്തികൾക്ക് വളരെ വ്യക്തമായി അറിയാമായിരുന്നു മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ തന്നെയാണ് ഈ കർത്താവായ യേശുക്രിസ്തു എന്ന്.
അതുപോലെ തന്നെ മൂകനായ വ്യക്തി സംസാരിക്കുവാൻ കഴിയാത്തതായ, കേൾക്കുവാൻ കഴിയാത്തതായ വ്യക്തി സൗഖ്യമാകുന്നതിനെ കുറിച്ച് നാം കാണുവാനിടയായി. കണ്ണ് ഇല്ലാത്ത വ്യക്തിക്ക് കാഴ്ച ലഭിക്കുന്നത് നാം കാണുവാനിടയായി. കർത്താവിന്റെ സൃഷ്ടിയുടെ ശക്തി, പുതിയ അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്, കർത്താവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതായ ഡിഫക്റ്റീവായിട്ടുള്ളതായ ശരീരങ്ങൾ അല്ലെങ്കിൽ അംഗവൈകല്യമുള്ളതായ ശരീരങ്ങളെ താൻ അതിനെ ശരിയാക്കിക്കൊണ്ട് ഞാൻ സൃഷ്ടാവായ ദൈവമാണ് എന്ന് വെളിപ്പെടുത്തിയതാണ് ഇങ്ങനെ രോഗസൗഖ്യത്തിലൂടെ ഉള്ളതായ അത്ഭുതങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, ഇന്നും ഇതൊക്കെ നടക്കാറുണ്ടോ എന്ന്. തീർച്ചയായും ഇന്നും ഇതൊക്കെ നടക്കാറുണ്ട്. കാരണം കർത്താവായ യേശുക്രിസ്തു ഇന്ന് ലിറ്ററലി ഈ ഭൂമിയിൽ ഇല്ല എങ്കിലും തൻ്റെ നാമത്തിനോ തൻ്റെ ശക്തിക്കോ ഒരു കുറവും വന്നിട്ടില്ല. തൻ്റെ നാമത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കും. യേശുവിനോട് നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ളത് ഇന്നും അനേകർ സാക്ഷി പറയുന്നതായ കാര്യമത്രേ. അപ്പോൾ അത്ഭുതങ്ങളിലൂടെ കർത്താവായ യേശുക്രിസ്തു താൻ മെശിഹയാണെന്നും മെശിഹയുടെ ദൗത്യമാണ് ചെയ്യുന്നതെന്നും നമ്മുടെ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ദൈവമാണെന്നും തെളിയിക്കുക ഉണ്ടായി. അതാണ് ഞാൻ ഒന്നാമതായി നിങ്ങളോട് പറയുവാനായിട്ട് ഇടയായിത്തീർന്നത്. രണ്ടാമതായി ഈ 3-ാം വർഷത്തിൽ 6 പ്രവചനങ്ങൾ താൻ നടത്തിയതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രവചനങ്ങളിലൂടെയും താൻ ദൈവമാണ് എന്ന് കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തുകയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 70-71 വാക്യങ്ങളിലാണ് തന്നെ ഒറ്റിക്കൊടുക്കുന്നതിനെ കുറിച്ചുള്ളതായ ആദ്യത്തെ പരാമർശം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. തന്റെ ജീവിതത്തിൽ എന്താണ് നടക്കുവാൻ പോകുന്നത് എന്ന്, നാളെ ഉള്ളതായ കാര്യങ്ങൾ വളരെ വ്യക്തമായി അടുത്ത നിമിഷത്തിൽ സംഭവിക്കുന്നത്, അവസാന നിമിഷത്തിൽ സംഭവിക്കുന്നത് വരെ അറിഞ്ഞിരുന്നത് ദൈവമായിരുന്നു കർത്താവായ യേശുക്രിസ്തു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ തന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. താൻ ഉയർത്തെഴുന്നേൽക്കും, താൻ മരണം കൊണ്ട് നിൽക്കുകയില്ല, പകരം അതിക്രൂരമായ പീഡനത്തിലൂടെ കടന്നുപോയാലും തീർച്ചയായും താൻ ഒരു ദിവസം 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതായ പ്രവചനം, അത് വിശ്വാസമല്ല, മനസ്സിലെ ചിന്തയല്ല, വായുകൊണ്ട് പറയത്തക്ക രീതിയിൽ അത്ര ഉറപ്പായി കർത്താവായ യേശുക്രിസ്തുവിന് അറിയാമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 33-34 വാക്യങ്ങളിൽ അടുത്ത കാര്യം, തന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന സ്വർഗാരോഹണത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സ്വർഗാരോഹണം എന്ന് പറയുമ്പോൾ താൻ ഈ ഭൂമിയിലായിരിക്കുന്നു, എന്നാൽ മുൻപ് തനിക്കുണ്ടായിരുന്നതായ ദൈവതുല്യമായ പദവിയിലേക്ക് അല്ലെങ്കിൽ ദൈവിക മഹത്വത്തിലേക്ക്, സ്വർഗത്തിലേക്ക് താൻ കടന്നു പോകുവാൻ ഇടയാകും എന്ന കാര്യവും കർത്താവായ യേശുക്രിസ്തു പ്രവചനമായി പറഞ്ഞിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 14-21 വാക്യങ്ങളിൽ സ്വർഗാരോഹണത്തെ കുറിച്ച് വീണ്ടും പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ തന്റെ മരണത്തെ കുറിച്ച് വീണ്ടും ഒരു പ്രവചനം കാണുവാൻ സാധിക്കുന്നു. ഇതിന് പുറമെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പിന്നീട് നടന്നതായ ആ പെന്തക്കോസ്ത് നാളിനെ കുറിച്ച് ഉള്ളതായ പ്രവചനം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനെ 6 പ്രവചനങ്ങളാണ് തന്റെ മരണത്തെക്കുറിച്ച്, തന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച്, തന്റെ സ്വർഗാരോഹണത്തെ കുറിച്ച്, അതുപോലെ തന്നെ പെന്തക്കോസ്തിനെ കുറിച്ച്, ഇങ്ങനെ 5 സബ്ജക്റ്റിനെ കുറിച്ച് 6 പ്രവചനങ്ങൾ ആണ് കർത്താവായ യേശു ക്രിസ്തു ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഈ പ്രവചനങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം, ദൈവത്തിന് ഉള്ളതായ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ദൈവത്തിന് മാത്രം അവകാശപ്പെടുവാൻ, ഒരു മനുഷ്യനല്ല, ദൈവത്തിന് മാത്രം അവകാശപ്പെടുവാൻ പറ്റുന്നതായ ഒരു ഗുണമാണ് സർവജ്ഞാനം എന്നുള്ളത്. സർവജ്ഞാനിയാണ് ദൈവം, ഓംനീഷ്യൻ ഗാഡ് എന്ന് പറയാറുണ്ട്. അതായത് ഇതിന് മുമ്പേ നടന്ന കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും ഇനി വരുവാൻ പോകുന്നതായ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നതായ ദൈവമാണ് ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യൻ. മുമ്പേ നടന്നത് പറയുവാൻ കഴിയുന്നില്ല എങ്കിൽ, ഇപ്പോൾ നടന്നത് പറയുവാൻ കഴിയുന്നില്ല എങ്കിൽ, ഇനി വരുവാൻ പോകുന്നത് പറയുവാൻ കഴിയുന്നില്ല എങ്കിൽ, അതായത് 3 കാലങ്ങളിലുള്ള കാര്യങ്ങളെയും ഒരു മനുഷ്യനെ സംബന്ധിച്ചാകട്ടെ, ഒരു സൃഷ്ടിയെ സംബന്ധിച്ചാകട്ടെ, ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചാകട്ടെ, തന്നെ സംബന്ധിച്ചാകട്ടെ, ദൈവത്തിന് തന്നെ കുറിച്ച് തന്നെ പറയുവാൻ കഴിയുന്നില്ല എങ്കിൽ ആ വ്യക്തിയെ ദൈവം എന്ന് വിളിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. 139-ാം സങ്കീർത്തനത്തിൽ നാം പഠിച്ചു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുള്ളതായ ചിന്തകളെ ദൈവം അറിയുന്നു എന്നാണ്. ആ മനുഷ്യൻ ജനിക്കുമ്പോൾ, ഗർഭത്തിൽ വളരെ കുഞ്ഞായി ഉരുവാകുമ്പോൾ തന്നെ, അതായത് ഇന്നുള്ളതായ ആധുനിക ഉപകരണങ്ങൾക്ക്
ആ കുഞ്ഞിനെ സ്പോട്ട് ചെയ്യുവാൻ, കണ്ടുപിടിക്കുവാൻ പറ്റാത്ത അത്ര ചെറുതായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് കാണുവാൻ കഴിയുമെന്നുള്ളതത്രേ. ഇത് ദൈവത്തിന്റെ ഒംനീഷ്യൻസ് അല്ലെങ്കിൽ സർവജ്ഞാനത്തെ സൂചിപ്പിക്കുന്നതായ പ്രസ്താവനകളാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു, ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇത് തന്നെ പറയുകയുണ്ടായി, തന്റെ ജീവിതത്തെ സംബന്ധിച്ച് ഇപ്പൊ എനിക്കറിയില്ല അടുത്ത നിമിഷത്തിൽ എന്താണ് വരാൻ പോകുന്നതെന്ന്, എനിക്കറിയില്ല എന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടം എന്താണെന്ന്, എനിക്കറിയില്ല അടുത്ത 5 മിനിറ്റ് അല്ലെങ്കിൽ ഈ ഓഡിയോ ഈ വീഡിയോ ലൈവ് കഴിയുമ്പോൾ ഞാൻ എന്താണ് ചിന്തിക്കുവാൻ പോകുന്നതെന്ന് പോലും എനിക്കറിയുവാൻ പറ്റാതിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് തന്റെ ജീവിതത്തെ സംബന്ധിച്ചും ഈ ലോകത്തിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തിനെ സംബന്ധിച്ചും അറിവുണ്ടായിരുന്നു. എല്ലാത്തിനെ സംബന്ധിച്ചും പ്രവചിക്കുവാൻ തക്കവണ്ണം തനിക്ക് അറിവുണ്ടായിരുന്നു എന്നുള്ളത് തന്നെ താൻ ദൈവമാണ് എന്നുള്ളത് തെളിയിക്കുന്നതായ ഒരു കാര്യമത്രേ. മൂന്നാമതായി നമുക്ക് ഈ 3-ാം വർഷത്തോടുള്ള ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു നടത്തിയതായ പ്രസംഗങ്ങളാണ്. നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു നടത്തിയ പ്രസംഗങ്ങളാണ്. ഈ പ്രസംഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 4 പ്രസംഗങ്ങൾ താൻ ചെയ്തതായി പ്രധാനമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇതിലെ 1-ാമത്തെ പ്രസംഗം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 26 മുതൽ 59 വരെയുള്ളതായ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ജീവന്റെ അപ്പത്തെ കുറിച്ചത്രേ അവിടെ പ്രസംഗിച്ചിരിക്കുന്നത്. 2-ാമത്തെ പ്രസംഗം മത്തായിയുടെ സുവിശേഷം അതിന്റെ 15-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ളതായ ഭാഗത്താണ് കാണുവാൻ സാധിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം അതിന്റെ 15-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ളതായ ഭാഗത്ത് ആ ഭാഗം പറയുന്നത് അശുദ്ധിയെയും വിശുദ്ധിയെയും കുറിച്ചത്രേ. അതായത് അകത്തു നിന്നും വരുന്നതായ കാര്യങ്ങളാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. 3-ാമത്തെ പ്രസംഗം പിശാചിന്റെ സന്തതികൾ, അവരുടെ ഗുണഗണങ്ങൾ, ആരൊക്കെയാണ് പിശാചിന്റെ സന്തതികൾ, അവരെ എങ്ങനെ കണ്ടുപിടിക്കുവാൻ പറ്റും എന്ന കാര്യത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 33 മുതൽ 59 വരെയുള്ളതായ ഭാഗത്ത് ചെയ്തതാണ് 3-ാമത്തെ പ്രസംഗം. 4-ാമതായി നല്ല ഇടയൻ എന്ന സബ്ജക്റ്റിൽ എന്ന വിഷയത്തിൽ ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ളതായ ഭാഗത്ത് ചെയ്തതാണ് 4-ാമത്തെ പ്രസംഗം. അപ്പോൾ ഈ 4 പ്രസംഗങ്ങൾ നാം പഠിക്കുമ്പോൾ ഇതിലെ 2 പ്രസംഗങ്ങൾ യേശു കർത്താവ് തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് ചെയ്തതായ പ്രസംഗങ്ങളായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഒന്ന് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 1 മുതൽ 20 വരെയുള്ളതായ ഭാഗത്ത് ശരിക്കും പറഞ്ഞ പരീശന്മാരെ വിമർശിച്ചുകൊണ്ട്, അതായത് അവര് അന്നത്തെ കാലഘട്ടത്തിൽ ദൈവമക്കളാണെന്ന് പറയുകയും അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രമാണം പഠിപ്പിക്കുന്നവരാണെന്ന് പറയുകയും എന്നാൽ അവരുടെ പ്രവൃത്തി അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവരെ അശുദ്ധർ അല്ലെങ്കിൽ ദൈവം തള്ളിക്കളഞ്ഞവർ പോലെ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ പോലെ പറഞ്ഞുകൊണ്ടുള്ളതായ പ്രവചനമാണ്. അത് നമുക്ക് ക്രിസ്റ്റോളജിയോടുള്ള ബന്ധത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയി പോകുമ്പോൾ മാത്രം പഠിച്ചാൽ മതി. അത് ഞാൻ ഒഴിവാക്കുകയാണ്. 2-ാമതായി ഇതുപോലുള്ളതായ ഒരു ഭാഗമാണ് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തോടുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെയും ഇതുപോലെ തന്നെ പിശാചിന്റെ സന്തതികളെ ഐഡന്റിഫൈ ചെയ്യുവാൻ, പിശാചിന്റെ പ്രവൃത്തി ചെയ്യുന്നവർ, അതായത് പിശാചിന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ദൈവഹിതമില്ലാത്തതായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ പറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചിട്ടുള്ളതായ പ്രസംഗമാണ് 33 മുതൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. എന്നാൽ ക്രിസ്റ്റോളജിയോടുള്ള ബന്ധത്തിൽ 2 പ്രസംഗങ്ങൾ, വളരെ പ്രാധാന്യമർഹിക്കുന്ന 2 പ്രസംഗങ്ങൾ നമുക്ക് ഈ 3-ാം വർഷത്തോടുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ഒന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 26 മുതൽ 59 വരെയുള്ളതായ ഭാഗത്ത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ആരംഭിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കർത്താവ് അതിനു മുമ്പ് തന്നെ ചിലരെ, ആ പുരുഷാരത്തിൽ നിന്നതായ ഒരു കൂട്ടം ആൾക്കാരെ അവർക്ക് അപ്പം കൊടുത്തിരുന്നു, ഭക്ഷണം കൊടുത്തിരുന്നു. ആ അപ്പം തിന്ന് തൃപ്തിയായവരായ ജനം ഇനി നമുക്ക് വീട്ടിലൊന്നും സമ്പാദിക്കേണ്ട കാര്യമില്ല, അധ്വാനിക്കേണ്ട കാര്യമില്ല, വീട്ടിൽ നാം ഒന്നും പാചകം ചെയ്യേണ്ട കാര്യമില്ല, കർത്താവിന്റെ പുറകെ പോയാൽ മതി, ചുമ്മാ അവന്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ അന്വേഷിച്ച്
അന്വേഷിച്ചു വന്നതായ ജനത്തോട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല എന്നെ അന്വേഷിക്കുന്നത്, മറിച്ച് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നതിന്റെ കാര്യം അപ്പം തിന്നുവാൻ വേണ്ടിയിട്ടാണ് എന്ന് അവരുടെ ചിന്താഗതികളെ വിമർശിച്ചുകൊണ്ട് കർത്താവ് അവിടെ പ്രസംഗിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ജീവന്റെ അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പല ഭാഗത്ത് ഈ ഭാഗം കാണുവാനായിട്ട് ഈ രീതിയിലുള്ളതായ പ്രസംഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രസ്താവനകൾ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അപ്പം അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനെങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും, അവന് പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഞാൻ നിത്യജീവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് റെഡിയാണ്, പക്ഷേ നിങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിക്കണം. ആ നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്നെ നിങ്ങൾ ഭക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിത്യജീവനിൽ പോകുവാൻ, അല്ലെങ്കിൽ മോക്ഷത്തിൽ പോകുവാൻ, അല്ലെങ്കിൽ സ്വർഗലോകത്തിൽ പോകുവാനായിട്ടുള്ളതായ ഒരേ ഒരു വഴി താൻ മാത്രമാണ് എന്ന് സ്ട്രെസ് ചെയ്ത് അത് ഊന്നി പറയുന്നതായ ഭാഗമാണ് ഈ നിത്യജീവനിലേക്കുള്ള അപ്പം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതായ അപ്പം എന്ന് തന്നെ വിളിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു പറയുന്നതായ ആ ഭാഗം. ഇവിടെ താൻ നിത്യജീവനാണ് എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയുന്നതായ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ നിത്യജീവൻ നൽകുന്നതായ അപ്പത്തെ നിങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒടുക്കത്തെ നാളിൽ നിങ്ങൾക്കൊരു ഉയർപ്പുണ്ടായിരിക്കും. എന്താണ് ഒടുക്കത്തെ നാളിൽ ഉണ്ടാകുന്ന ഉയർപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് വേദഭാഗങ്ങൾ അത് ഞാൻ ഒന്നിവിടെ മെൻഷൻ ചെയ്തേ മതിയാകുകയുള്ളൂ. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതായ വചനം പ്രമാണിച്ചതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം അവസാനിക്കുന്നത് ഇവിടുത്തെ മരണം കൊണ്ടല്ല, ശവക്കുഴി കൊണ്ടല്ല, മറിച്ച് അവന്റെ മരണം എന്ന് പറയുന്നത് ഒരു കാത്തിരിപ്പാണ്, ഒരു വെയിറ്റിംഗ് പ്ലേസ് ആണ്, ഒരു വിശ്രമ സ്ഥലമാണ്. അത് അവൻ അവിടെ വിശ്രമിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാം വരവിന് വേണ്ടിയാണ്. ആ സമയത്ത് കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുന്നതായ സമയത്ത് കർത്താവായ യേശുക്രിസ്തു മധ്യവാനിൽ വരികയും തന്റെ കാഹളനാദം മുഴക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ മരിച്ചിരിക്കുന്നതായ എല്ലാവരും അവർ എഴുന്നേറ്റ് കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരുവാൻ പോകും. കർത്താവായ യേശുവിൽ വിശ്വസിച്ച വിശുദ്ധന്മാരായ എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് യേശുവിനോടുകൂടെ മധ്യാകാശത്ത് ചേരുവാൻ ഇടയായിത്തീരും. ഇതിനെ തുടർന്ന് പല കാര്യങ്ങളുണ്ട്, എങ്കിലും ഈ ഭാഗത്തോടനുബന്ധിച്ചുള്ള കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്നതായ കാര്യം തന്റെ 2ാം വരവിൽ തന്നെ സ്വീകരിക്കുന്നതായ വ്യക്തികൾ ഓരോരുത്തരും ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായിത്തീരും. അതായത് ഇവിടെ നന്നായി ജീവിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ദൈവവചനം അനുസരിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ദൈവഹിത പ്രകാരം ജീവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ പരിഹസിച്ചാൽ സാരമില്ല, മറ്റുള്ളവർ നിന്ദിച്ചാൽ സാരമില്ല. അതിന് ഇവിടം കൊണ്ട് ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല വീഴുന്നത്. നിത്യത എന്ന് പറയുന്നതായ ഒരു സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് പ്രതിഫലം നൽകുവാൻ ഞാൻ ശക്തനാണ് എന്ന് പറയുമ്പോൾ ഞാൻ അതിന് യോഗ്യനായ എന്നെ അതിന് യോഗ്യനാക്കുന്നത് ഞാൻ ദൈവമായത് കൊണ്ടത്രേ എന്ന് കർത്താവ് പറയുകയാണ്. അതായത് മരിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. താൻ ദൈവമാണെന്ന് ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി തനിക്കുണ്ട് എന്ന് പറഞ്ഞതിലൂടെ കർത്താവ് പറയുകയാണ്. മരണത്തിന് മേൽ തനിക്ക് അധികാരമുണ്ട് എന്ന് കർത്താവ് പറയുകയാണ്. അടുത്ത് ആ ഭാഗത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തൻ്റെ ശരീരത്തെ അതിനെ അപ്പത്തോട് ഉപമിച്ചുകൊണ്ട് താൻ പറയുകയാണ്, ഈ അപ്പം ഞാൻ നിങ്ങൾക്ക് തിന്നാനായി തരുവാൻ പോകുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്കായി നൽകുവാൻ പോകുന്നു. അത് തൻ്റെ യാഗത്തെക്കുറിച്ച്, കാൽവരി യാഗത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂശിലെ മരണത്തോട് സൂചിപ്പിക്കുന്ന രീതിയിൽ അത്രേ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ശരീരം തകർക്കപ്പെടുവാൻ പോകുന്നു, കാരണം ഞാൻ നിങ്ങൾക്ക് നേരത്തെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി തന്നതുപോലെ, അത് നിങ്ങൾക്ക് ഭൗതികമായ ജീവനെ നിലനിർത്തിയതുപോലെ ഈ ശരീരം കുറച്ച് ദിവസങ്ങൾക്കകം തകർക്കപ്പെടുവാൻ പോകുന്നു. എൻ്റെ ശരീരം തകർക്കപ്പെടുന്നത് ജീവനില്ലാതെ ഇരിക്കുന്നതായ അനേകർക്ക് ജീവൻ കൊടുക്കപ്പെടുന്നതിന് വേണ്ടിയാണ് എന്നുകൂടെ ഇവിടെ ഈ പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു വ്യക്തിയുടെ
മരണം കൊണ്ട് മറ്റൊരു വ്യക്തിക്ക് ജീവൻ കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ആ മറ്റൊരു വ്യക്തിയുടെ പാപം വഹിച്ചതുകൊണ്ട് ആ വ്യക്തിയുടെ പാപ ശിക്ഷകളിൽ നിന്ന് ആ വ്യക്തി കുറ്റവിമുക്തനായി മാറുകയാണെങ്കിൽ തീർച്ചയായും ആദ്യത്തെ വ്യക്തിയെ നാം വിളിക്കേണ്ടത് ഒരു മനുഷ്യൻ എന്നല്ല, ദൈവമെന്നത്രേ. അതുകൊണ്ട് തന്നെ കർത്താവായ യേശു ക്രിസ്തു ദൈവം എന്നുള്ളതായ പദവിക്ക് തീർച്ചയായും യോഗ്യനത്രേ. അടുത്ത ഭാഗം 4-ാമത്തെ പ്രസംഗം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ളതായ ഭാഗത്ത് കാണപ്പെടുന്ന നല്ല ഇടയൻ എന്ന വിഷയത്തോടനുബന്ധിച്ച് നടത്തിയിരിക്കുന്നതായ കാര്യമാണ്. 7 അയാം സ്റ്റേറ്റ്മെന്റ്സ്, ഞാനാകുന്നു എന്ന് പറഞ്ഞതായ 7 കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം. ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഇങ്ങനെ തുടങ്ങി 7 കാര്യങ്ങൾ. അതിൽ 2 കാര്യങ്ങൾ ഈ 3-ാം വർഷത്തെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അത്രേ പറഞ്ഞത്. ഇതില് യേശു നല്ല ഇടയൻ ആകുന്നു എന്ന് പറയുമ്പോൾ നല്ല ഇടയൻ ആകുന്നതിനുള്ള 7 ക്വാളിറ്റീസ് കൂടെ കർത്താവായ യേശു ക്രിസ്തു ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒന്നാമതായി കാണുവാനായിട്ട് സാധിക്കുന്നത്, നല്ല ഇടയൻ അവൻ തന്റെ ഓരോ ആടുകളെയും അറിഞ്ഞിരിക്കുന്നവനാണ് നല്ല ഇടയൻ. 10-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം, അതുപോലെ തന്നെ 10-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം, ഈ 2 ഭാഗങ്ങൾ നമുക്ക് നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു നല്ല ഇടയനാകുന്നു എന്നത്രേ. രണ്ടാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഈ നല്ല ഇടയനായ കർത്താവായ യേശു ക്രിസ്തു തന്റെ ആടുകളെ നയിക്കുന്നു എന്നത്രേ. ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മുന്നോട്ട് പോകുവാനായിട്ടുള്ളതായ ആ പാതയിൽ താൻ തന്നെ മുന്നിൽ സഞ്ചരിക്കുന്നു. അത് സൂചിപ്പിക്കുന്നത്, എന്നെ കേൾക്കുന്നതായ ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, നമ്മുടെ പാതകളിൽ, നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത നിമിഷങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയുകയില്ല. എന്നാൽ മുന്നിൽ ഒരു ലീഡറായി ഏബിളായിട്ടുള്ള, നല്ല ആപത്തുകളിൽ നിന്നെല്ലാം പരിചയമില്ലാത്ത വഴിയിലൂടെ പോകുമ്പോൾ ഒരു നല്ല വഴികാട്ടി നമ്മുടെ മുമ്പിൽ ഉണ്ട് എങ്കിൽ നമുക്ക് ഭയപ്പെടാതെ പോകുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ ഒരു നല്ല വഴികാട്ടിയായി ഞാൻ മുൻപിൽ പോകും എന്നുള്ളതായ വാഗ്ദത്തം കർത്താവായ യേശു ക്രിസ്തു നൽകി തരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മൂന്നാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നല്ല ഇടയനോടുള്ള ബന്ധത്തിൽ ഒരു ആടുമായി, തന്റെ എല്ലാ ആടുകളുമായി നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല ആശയവിനിമയം നടത്തുന്നവനാണ് ഈ നല്ല ഇടയൻ എന്നുള്ളതാണ്. ഞാൻ അവയെ പേർ ചൊല്ലി വിളിക്കും, അവർ എൻ്റെ ശബ്ദം കേൾക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ, അവയ്ക്ക് എൻ്റെ ശബ്ദം അറിയാം എന്നൊക്കെ ഉള്ളതായ സ്റ്റേറ്റ്മെന്റ്സ് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് നല്ല ആശയവിനിമയം നടത്തുന്നവനായ ഒരു നല്ല ഇടയനാണ് കർത്താവായ യേശു ക്രിസ്തു എന്നത്രേ. ഒരു നല്ല ആശയവിനിമയം നടത്തുന്നതായ ഇടയന് മാത്രമേ ആ ആടിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പറയുവാനായിട്ട് യേശു നല്ല ഇടയനായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ പറയുവാനായിട്ട് നാം മറ്റുള്ള ആരുടെ അടുക്കലേക്ക് കടന്നു പോകേണ്ട കാര്യമില്ല. കർത്താവായ യേശു ക്രിസ്തു തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് കേൾവിക്കാരനായും പരിഹാരകനായും നമ്മുടെ അടുക്കലുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. നാലാമതായി കാണുവാനായിട്ട് സാധിക്കുന്നത്, ഈ നല്ല ഇടയന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ നല്ല ഇടയൻ ആടുകളെ രക്ഷിക്കുന്ന ഇടയനാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇടയൻ അല്ലാത്തവൻ അല്ലെങ്കിൽ കള്ള ഇടയൻ ചെന്നായി വരുന്നത് കണ്ട് ആടിനെ വിട്ടിട്ട് ഓടിപ്പോകും. എന്നാൽ ഈ നല്ല ഇടയനാണ് നമ്മുടെ ജീവിതത്തിൽ ഇടയനായിരിക്കുന്നത് എങ്കിൽ ഒരിക്കലും ആടിനെ വിട്ടിട്ട് പോകാതെ തന്നെ ജീവനെ കൊടുത്ത് രക്ഷിക്കുവാൻ തക്കവണ്ണം താൻ നിൽക്കും എന്നുള്ളതായ കാര്യം ഇവിടെ താൻ ഊന്നി പറയുകയുണ്ടായി. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ നല്ല ഇടയൻ തൃപ്തി വരുത്തുന്നവനായ ഇടയനത്രേ. 10-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, തൃപ്തി വരുത്തുന്നതായ ഇടയനാണ്. ഏതെങ്കിലും കാര്യങ്ങളിൽ അതൃപ്തിയുള്ളതായ വ്യക്തികൾ പുരുഷാരത്തിന്റെ നടുവിൽ ഉണ്ട് എങ്കിൽ എന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ തൃപ്തിപ്പെടുത്തുവാൻ ഞാൻ ശക്തനാണ് എന്നുള്ളതായ വാഗ്ദാനം കർത്താവായ യേശു ക്രിസ്തു നൽകുന്നു. ആറാമതായി കാണുവാൻ സാധിക്കുന്നത്, തന്റെ ജീവനെ കൊടുക്കുന്നവനായ ഇടയൻ. ആടുകളെ അത്രമാത്രം സ്നേഹിക്കുന്നവനായ ഇടയൻ മാത്രമേ തന്റെ ജീവനെ കൊടുത്തുകൊണ്ട്, റിസ്ക് എടുത്തുകൊണ്ട് ആടുകളെ രക്ഷിക്കുവാനായിട്ട് ഉള്ളതായ ആ സ്നേഹം കാണിക്കുകയുള്ളൂ. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ദൈവത്വത്തിൽ ഇരിക്കെ താഴെ ഇറങ്ങി വന്ന് തന്റെ ജീവനെ താൻ പാപം ചെയ്തത് കൊണ്ടല്ല അർപ്പിച്ചത്, മറിച്ച് ആടുകൾ പാപം ചെയ്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാം ഓരോരുത്തരും
ഓരോരുത്തരും പാപം ചെയ്തവരായതുകൊണ്ട്, പാപികളായതുകൊണ്ട്, നാം പാപികളായിരിക്കെ തന്നെ നമ്മെ സ്നേഹിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തന്റെ ജീവനെ കൊടുത്തതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവസാനമായി 7ാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഓരോ ആടുകളെ ഐക്യതപ്പെടുത്തുന്നു. ഒന്നൊന്നായി അവിടെ വിട്ടേച്ചു പോകുകയില്ല, ഒരുമിച്ച് ആലയിൽ കൊണ്ടുവന്ന് ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക്, യൂണിറ്റിയിലേക്ക് ഈ നല്ല ഇടയൻ കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ളതായ കാര്യമാണ്. ഈ നല്ല ഇടയൻ എന്നുള്ളതായ ആ പ്രസംഗത്തോടനുബന്ധിച്ച് നാം ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ പറയുന്നതായ ഒരു പ്രധാന അവകാശവാദം എന്ന് പറയുന്നത് ഞാൻ മാത്രമാണ് നല്ല ഇടയൻ എന്നുള്ളതാണ്. ഞാൻ മാത്രമാണ് നല്ല ഇടയൻ എന്ന് പറയുമ്പോൾ അതിന് 7 കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതായ 7 ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ മാത്രമാണ് നല്ല ഇടയൻ എന്ന് പറയുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ ഓരോരുത്തരെയും വ്യക്തിപരമായി അറിയുന്നു, നമ്മോട് ആശയവിനിമയം നടത്തുന്നു, നമ്മുടെ പ്രശ്നങ്ങൾ അറിയുന്നു, നമുക്ക് വേണ്ടി താൻ ജീവനെ കൊടുക്കുവാൻ തയ്യാറാണ്. നാം ചെയ്തതായ കുറ്റങ്ങൾ തന്റെ മേൽ വഹിച്ചുകൊണ്ട് തന്റെ ജീവൻ നമുക്ക് വേണ്ടി അർപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ തികച്ചും നല്ല ഇടയൻ എന്നുള്ളതായ വിളിക്ക് ശരിക്കും യോഗ്യനായ ദൈവമത്രേ കർത്താവായ യേശു ക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇനി അടുത്ത ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഓരോ വ്യക്തികളെയും താൻ വ്യക്തിപരമായി അറിയുന്നു എന്നുള്ളതിൻ്റെ തെളിവായി അവിടെ പറയുന്നതായ ഒരു കാര്യമുണ്ട്. അവൻ പേര് ചൊല്ലി വിളിക്കുന്നു എന്ന്. ഒരു ഭക്തന്മാർ അല്ലെങ്കിൽ എൻ്റെ ശിഷ്യന്മാർ എന്നുള്ള കോമൺ നെയിം അല്ല അവിടെ ഉപയോഗിക്കുന്നത്. പകരം ഓരോ ആടുകൾക്ക്, നമ്മുടെയൊക്കെ വീടുകളിൽ വളർത്തുന്നതായ ആടുകൾക്ക് ചെല്ലപ്പേരിട്ട് നാം വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ എൻ്റെ ആടുകൾക്ക്, ഓരോ ആടുകൾക്കും ഞാൻ പേരിട്ട് വിളിക്കുന്നു എന്ന്. ആരെങ്കിലും സ്നേഹിക്കാനില്ല എന്ന്, ആരെങ്കിലും എന്നെ ചെല്ലമായിട്ട് വിളിക്കുവാൻ ആരുമില്ല, കൊഞ്ചിക്കാനായിട്ട് ആരുമില്ല എന്ന് കരുതുന്നതായ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തു നല്ല സ്നേഹിതനായി, നല്ല പിതാവായി, നല്ല ഇടയനായി നിങ്ങളുടെ അടുക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ആരുടെയും സ്നേഹം ഇല്ല എന്ന് കരുതി നാം വിഷമിക്കേണ്ട കാര്യമില്ല. മൂന്നാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആലയിലേക്ക് ചേർക്കുക മാത്രമല്ല, ആ ആലയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നതിനും ഈ ഇടയൻ അകത്ത് സുരക്ഷിതമായി വയ്ക്കുക മാത്രമല്ല, അടുത്ത ദിവസത്തിൽ അവർക്ക് ആവശ്യമായ ഭക്ഷണം നൽകുന്നതിന് വേണ്ടി അവരെ പുറത്തേക്ക് നയിക്കുന്നതും ഈ ഇടയനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ ഇടയൻ നൽകുന്നതായ പ്രൊട്ടക്ഷനെ കുറിച്ച് പല വേദഭാഗങ്ങളിൽ പല രീതിയിൽ വിവരിച്ചിരിക്കുന്നതായി കാണുവാനായിട്ട് സാധിക്കുന്നു. തൻ്റെ ജീവനെ കൊടുക്കുന്നു, താൻ ഓരോ ആടിനെയും അറിയുന്നു, എല്ലാ ആടുകളെയും താൻ കൂട്ടിച്ചേർക്കുന്നു, അതുപോലെ തന്നെ ആടിന് നിത്യജീവൻ കൊടുക്കുന്നു. ഇങ്ങനെ ഉള്ളതായ പ്രയോഗങ്ങൾ സൂചിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ആ ആടുകളെ സൂക്ഷിക്കുന്നു എന്നുള്ളതായ ബന്ധത്തോടാണ്. ഇവിടെ ആടും ഇടയനും എന്ന് പറയുന്നത് ഒരു ആൾക്കാർക്ക് മനസ്സിലാവത്തക്ക രീതിയിൽ അന്ന് കേട്ടുകൊണ്ടിരുന്നതായ വ്യക്തികൾക്ക്, അവർ പാലസ്തീനിലെ ജനം എന്ന് പറയുന്നത് ആടുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നതായ ജനമാണ്. അവർക്ക് അവിടെ ഒരു വലിയ ഗ്രൂപ്പ് ഇടയന്മാരാണ്. അപ്പൊ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ആടുകളിലും ഇടയനും തമ്മിലുള്ളതായ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, ചെന്നായി വരുമ്പോഴത്തേക്ക്, സിംഹം വരുമ്പോഴത്തേക്ക് പല ഇടയന്മാരും അവരെ വിട്ടിട്ട് ഓടുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ് ഈ അപ്പത്തിന്റെ ഉപമയും അതുപോലെ തന്നെ ആടിന്റെ ഉപമയും പറയുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. 2 കാര്യങ്ങളാണ് പ്രധാനമായി നമ്മുടെ മുമ്പിലുള്ളതായ 2 വിഷയങ്ങളെ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ കൈകാര്യം ചെയ്യുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഓരോ ദിവസത്തെയും അടുത്ത നിമിഷങ്ങളെ കുറിച്ച് പൊതുവെ മനുഷ്യന് ഒരു അങ്കലാപ്പുണ്ട്, ഒരു ആകുലതയുണ്ട്. അടുത്ത നിമിഷം എന്താവും, അടുത്ത നിമിഷം എനിക്ക് ആര് വേണ്ടി കരുതി, എൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയാൽ, എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ തലമുറ കരുതിയില്ലെങ്കിൽ, തലമുറ ഇല്ലാത്തവർക്ക് തലമുറ ഇല്ല എന്ന്, തലമുറ ഉള്ളവർക്ക് തലമുറ ഉണ്ട് എന്നുള്ളത് ദുഃഖം. ഇങ്ങനെ പല രീതിയിലുള്ള വിഷമങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ പോകുന്നതായ വ്യക്തികളോട് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്,
പറയുകയാണ്, നിങ്ങൾ നല്ല ഇടയനായ എന്നെ തിരഞ്ഞെടുത്തുകൊണ്ടാണ്. ഒരു കാരണവശാലും നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും, അത് കയ്പായാലും മധുരമായാലും സന്തോഷമായാലും ദുഃഖമായാലും, ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതായ ഉറപ്പ്. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ, നിങ്ങളെ മറ്റുള്ളവരുമായി കൂട്ടിയോജിപ്പിച്ച് ഒരു കൂട്ടായ്മ ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിലാക്കി തീർക്കുവാൻ ഇന്ന് ഈ നല്ലയിടയനായ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടതായ കാര്യങ്ങൾ തന്റെ കാൽവരി യാഗത്തിലൂടെ താൻ ചെയ്തു കഴിഞ്ഞു. ഓൾറെഡി അത് ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമതായി, ഇവിടുത്തെ ജീവിതം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ ജീവിതത്തിൽ കർത്താവ് എല്ലാം കരുതും. പക്ഷെ ഇവിടുത്തെ ജീവിതം കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നിത്യത എന്താവും? ഞാൻ മോക്ഷത്തിൽ പോകുമോ? ഞാൻ സ്വർഗത്തിൽ പോകുമോ? അതോ ഞാൻ എൻ്റെ പൂർവ്വപിതാക്കന്മാർ ചെയ്തതും ഞാൻ ചെയ്തതും ഒക്കെ ചേർന്ന് നിത്യാഗ്നിയിൽ അല്ലെങ്കിൽ നരകത്തിൽ, പാതാളത്തിൽ എന്നൊക്കെ നാം വിളിക്കുന്നതായ ആ യാതനാ സ്ഥലത്തേക്ക്, പണിഷ്മെന്റിലേക്ക് ഞാൻ തള്ളപ്പെടുമോ എന്നുള്ളതായ ഒരു ചിന്താഗതി ഉള്ളിൻ്റെ ഉള്ളിൽ മനുഷ്യനെ സംബന്ധിച്ച് ഉണ്ടാകാറുണ്ട്. അതിനെ സംബന്ധിച്ചും ദൈവത്തിന് ഉത്തരമുണ്ട്. ഈ നിത്യ ജീവൻ നൽകുവാൻ കഴിയുന്ന അപ്പം, ജീവന്റെ അപ്പമായ എന്നെ ഭക്ഷിച്ചാൽ, അതായത് ഞാൻ ആഹാരം കഴിക്കുമ്പോൾ ആഹാരം എൻ്റെ ശരീരത്തിലേക്ക് ചേർന്ന് ഒന്നായി മാറുകയാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവും ഞാനുമായി ഒന്നായി മാറിക്കഴിഞ്ഞാൽ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവും ഞാനും ഒന്നായി മാറിക്കഴിഞ്ഞാൽ നിത്യതയിൽ ഞാൻ അവനോടുകൂടെ ഉയർക്കുവാൻ ഇടയായിത്തീരും. അവനോടുകൂടെ നിത്യതയിൽ ഞാൻ വാഴുവാൻ ഇടയായിത്തീരും. നിത്യതയുടെ ടൈം ആവുമ്പോൾ, കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ ടൈമിൽ അവൻ എന്നെ ഉയർപ്പിക്കും. ഞാൻ നിത്യതയിൽ അവനോടുകൂടെ വാഴുവാൻ ഇടയായിത്തീരും. ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ദൈവം എന്നുള്ളതായ വിളിക്ക് ഏറ്റവും യോഗ്യനായ വ്യക്തിയത്രേ കർത്താവായ യേശു ക്രിസ്തു.